എക്സൈസ് ചോദ്യം ചെയ്യലിനിടെ ഷൈൻ ടോം ചാക്കോ അസ്വസ്ഥത പ്രകടിപ്പിച്ചു. ബംഗളൂരുവിലെ ഡിഎക്ഷൻ സെന്ററിൽ നിന്നാണ് ഷൈൻ ടോം ചാക്കോ ചോദ്യം ചെയ്യലിനെത്തിയത്. ഷൈനിന്റെ സഹോദരനെ എക്സൈസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ട്. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ വിശദാംശങ്ങളുമായി ചെയ്തു. മനീഷ്, 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് വെട്ടിയുമായി ബന്ധപ്പെട്ട് വെള്ളിത്തിരയിലേക്കുള്ള വേരുകൾ തേടിയുള്ള അന്വേഷണമാണ്. അതിന്റെ ചോദ്യം ചെയ്യൽ തുടരുന്നതിനിടെ ഷൈൻ ടോം ചാക്കോയ്ക്ക് അസ്വസ്ഥത എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഉച്ചയ്ക്ക് 2 മണിവരെയായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനുശേഷം ഭക്ഷണത്തിന് ശേഷം 3 മണിയോട് കൂടി തന്നെ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരാം. 1 മണിക്കൂറോളം സമയം ആഹാരം കഴിക്കാൻ വേണ്ടി ഇടവേളയായിരുന്നു ഈ ചോദ്യം ചെയ്യൽ. ഇതിനിടെ ഷൈൻ ടോം ചാക്കോയുടെ അച്ഛനും സുഹൃത്തുക്കളും പുറത്തുപോയി ഭക്ഷണം കഴിച്ച ശേഷം ഷൈൻ ടോം ചാക്കോയ്ക്ക് വാങ്ങാനായി പോയതാണ്. ഈ സമയത്ത് ഷൈൻ ഒറ്റയ്ക്കായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഈ സമയത്താണ് അസ്വസ്ഥത പ്രകടിപ്പിച്ചത്. പുകവലിക്കണമെന്ന് ഈ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഇവിടെ വെച്ച് പുകവലിക്കാൻ സാധിക്കില്ല, പുറത്തു പോകാനും സാധിക്കില്ല എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ നിന്നും ഈ മുറി ചോദ്യം ചെയ്യാനിരിക്കുന്ന മുറിയിൽ നിന്നും ഷൈൻ താഴേക്ക് ഇറങ്ങി വരികയായിരുന്നു. പെട്ടെന്ന് തന്നെ മാധ്യമങ്ങൾ ക്യാമറയിൽ ഷൈന്റെ വിഷ്വൽ പകർത്താൻ ശ്രമിക്കുന്നതിനിടെ വീണ്ടും തിരികെ ഓടി ഈ ചോദ്യം ചെയ്യുന്ന മുറിയിലേക്ക് കയറിയിരിക്കുകയായിരുന്നു. ഈ ഉദ്യോഗസ്ഥർ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് വിഡ്രോവൽ സിൻഡ്രം ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഷൈൻ ടോം ചാക്കോ കുറെ നേരമായി അസ്വസ്ഥത പ്രകടിപ്പിക്കുകയാണ്. ചോദ്യം ചെയ്യലിനിടെ പല ചോദ്യങ്ങൾക്കും മറുപടി നൽകാതെ മുഖം താഴ്ത്തിയിരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പല ചോദ്യങ്ങൾക്കും, അതായത് സാധാരണ പോലും ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ആദ്യ മണിക്കൂറുകളിലൊക്കെ തന്നെ പ്രതികരിച്ചിരുന്നു. പിന്നീട് 1-2 മണിക്കൂറിന് ശേഷമാണ് ഈ രീതിയിൽ വിഡ്രോവൽ സിൻഡ്രം ആകാനുള്ള സാധ്യതയുണ്ട്. കാരണം അതിനോട് ഇരിക്കുന്ന മരുന്നുകളടക്കം കഴിക്കുന്നുണ്ടായിരിക്കാം.